ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 2024 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് എഡിറ്റ് ദ ഫോളോയിങ്ങും രണ്ടാമത്തെ ഇലാബറേറ്റ് ദി ഐഡിയ എന്നുള്ളൊരു ചോദ്യം. അത് പറഞ്ഞുതരാം. ഫസ്റ്റ് എഡിറ്റ് ദ ഫോളോയിങ് നോക്കാം. നിങ്ങൾ ഗ്രാമർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് പഠിക്കാതിരിക്കരുത്, ഞാൻ പറഞ്ഞു തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 എഡിറ്റ് ഫോളോയിങ് ഉള്ള ക്വസ്റ്റ്യൻ ഷുവറാണ്, 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരും. അപ്പോൾ നിങ്ങളിത് എന്തായാലും പഠിക്കാം, ഞാൻ പറഞ്ഞെന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് നോക്കിയേ, ദ ഹൊറിഗല്ലോ ഇൻ അവർ വില്ലേജ് ഹോൾഡ് സ്പെഷ്യൽ മെമ്മറീസ് ഇൻ മീ ആസ് ഇറ്റ് ഈസ് ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ. ഇതിൽ ഒരു ഇറുണ്ട്, എന്താണെന്ന് പറയട്ടെ. ദ ഹൊറിഗല്ലോ എന്ന് പറയുമ്പോൾ ഒരെണ്ണമാണുള്ളത് അല്ലേ? ദ ഹൊറിഗല്ലോ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം. ഹൊറിഗല്ലൂസ് എന്ന് പറഞ്ഞാൽ രണ്ടാവാം, അല്ലെങ്കിൽ ഒന്നിൽ അധികം, എത്ര വേണമെങ്കിലും ആവാം അല്ലേ? അപ്പോൾ ഇവിടെ ദ ഹൊറിഗല്ലു എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അത് സിംഗുലർ ആണ് അല്ലേ? ഹൊറിഗല്ലു സിംഗുലർ, ഒരെണ്ണം, ഒരെണ്ണം ഉള്ളതുകൊണ്ട് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലേ അത്? നമ്മളിപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ആരാണ് ആക്ഷൻ ചെയ്യുന്നത്, അതാണ് പ്രവൃത്തി ചെയ്യുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ആരാണ് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ, ആരിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് സബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ഹൊറിഗല്ലുവിനെ കുറിച്ചാണ് പറയണേ അല്ലേ? അപ്പോൾ ഹൊറിഗല്ലു എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ ഈ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് കൂടെ ചേർത്ത് എഴുതേണ്ടത്. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹോൾഡ് എന്നുള്ളത് സിംഗുലർ വെർബാണോ? അല്ല, അത് പ്ലൂറൽ വെർബാണ്. ഹോൾഡ്സ് എന്ന് എഴുതിയാലാണ് അത് സിംഗുലർ വെർബ് ആവുള്ളൂ. അപ്പോൾ എസ് എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ പ്ലൂറൽ ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് നമ്മൾ പഠിച്ചത് സബ്ജക്റ്റിൻ്റെ കേസിലാണ്. എസ് ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പ്ലൂറൽ ആവുന്നത് സബ്ജക്റ്റാണ്, വേർബ് അല്ല. ഇവിടെ ഹോൾഡ് എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്, ഒരു വേർബാണ്. സോ അതിനെ പ്ലൂറൽ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എസ് കട്ട് ചെയ്യണം. ഇവിടെ പ്ലൂറൽ അല്ല, സിംഗുലർ സബ്ജക്റ്റാണ് ആദ്യം പറഞ്ഞേനെ. സോ സിംഗുലർ വേർബ് ആക്കാനായിട്ട് നമ്മളിവിടെ എസ് ആഡ് ചെയ്യണം. ഓക്കെ, സോ അവിടെ ഹോൾഡ്സ് എന്നാണ് വരിക. ഹോൾഡ്സ് സ്പെഷ്യൽ മെമ്മറീസ് ഇൻ മീ അല്ല, ഫോർ മീ ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, ദ ഹൊറിഗല്ലോ ഇൻ അവർ വില്ലേജ് ഹോൾഡ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ മീ ആണ് അവിടെ മാച്ചിങ് ആയിട്ട് വരാം. എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഉണ്ട്, ഒരുപാട് മെമ്മറീസ് ഉണ്ട് എനിക്ക് വേണ്ടി, അതാണ് ഫോർ മീ എന്ന് അവിടെ വന്നത്, ഇൻ മീ അല്ല. ഓക്കെ, as it is inextricably linked with my grandfather, he was a retired school teacher and will spend. വിൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എന്നുള്ളതാണ്, ഫ്യൂച്ചർ. ഇവിടെ അദ്ദേഹം ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആയിരുന്നു. ഹി വാസ് എന്നാണ് പറയുന്നത് അല്ലേ? പ്രസൻറ്റ് അല്ല, പാസ്റ്റാണ്. ഹി ഇസ് എന്നല്ല, ഹി വാസ്. ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആയിരുന്നു, പാസ്റ്റാണ്. അപ്പോൾ പാസ്റ്റ് ആണെങ്കിൽ വില്ലല്ല, പാസ്റ്റ് ആക്കാനായിട്ട് വുഡാണ് ആഡ് ചെയ്യേണ്ടത്. വിൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ, ഫ്യൂച്ചറാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് സെൻറ്റൻസിൽ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ വരുന്നത് വില്ലല്ല, വുഡ്. പാസ്റ്റ് ആക്കാനായിട്ട് വിൽ എന്താക്കണം? വുഡ് ആക്കണം. ദെൻ സ്പെൻഡ് അവേഴ്സ് എവറി ഡേ സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ ആൻഡ് ടോക്ക് എന്നുള്ളത് ടോക്കിംഗ് എന്നാക്കണം. സിറ്റിംഗ് എന്നുള്ളത് ING ചേർത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്ന ആക്ഷനെ പറ്റി പറയുമ്പോൾ അവിടെ ടോക്കല്ല, ടോക്കിംഗ് തന്നെ വന്നം. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ എഡിറ്റിംഗ് വന്നേക്കുന്നത്. 4 മാർക്സ് കേട്ടോ, പഠിക്കണം. ഇനി നമുക്ക് ഈ ഒരു പാസേജിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇലാബറേറ്റ് ഓൺ ദി ഐഡിയ കൺവേഡ് ഇൻ ദ ഫോളോയിങ് ലൈൻസ്. ഫസ്റ്റ് നോക്കിക്കേ, ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ, നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സെയിങ് ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. ഹി സേസ് അഗെയിൻ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പോൾ ഇവിടെ ഗുഡ് ഫെൻസസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, മെൻറ്റിംഗ് വോളിലെ പാസേജാണ്. ഇതിൻ്റെ മീനിങ് എഴുതണം. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നമ്മളത് തുടങ്ങാം? അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ദീസ് ആർ ലൈൻസ് ഫ്രം ദ പോയം മെൻറ്റിംഗ് വോൾ റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇനി നമുക്ക് ഓരോ ലൈനിൻ്റെയും മീനിങ്സ് എന്താണെന്ന് നോക്കാം. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ, നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. അതായത്
പോയിട്ട് ഇവിടെ നെയ്ബറിനെ പറ്റി പറയുന്ന കാര്യമാണ്. അതായത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ നെയ്ബറിനെ പറ്റി പറയുന്നതാണ്. അദ്ദേഹം ഇപ്പോഴും ഡാർക്ക്നെസ്സിലൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ഡാർക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് കാട്, വുഡ്സിൽ നിന്ന് പോയിട്ട് എഴുതുന്നത് കാടിനെയാണ്. കാടിനെയോ അല്ലെങ്കിൽ ട്രീസിൻ്റെ നിഴൽ, ഷെയ്ഡിനെയോ ഒന്നും അല്ല ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഡാർക്ക്നെസ്സിലൂടെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നിഴലിൽ അല്ലെങ്കിൽ കാട്ടിലൂടെ പോകുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും അയാൾ എന്താണ്, പഴയ ചിന്തയിലൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഡാർക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദർ സെയിങ്. പോയിറ്റിൻ്റെ നെയ്ബറിൻ്റെ ഫാദർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അതിനെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ പോയിറ്റിൻ്റെ നെയ്ബറിൻ്റെ ഫാദർ പറയുന്ന ഐഡിയാസിൽ തന്നെ റിലൈ ചെയ്ത് നിൽക്കണം എന്നാണ് ആഗ്രഹം. ഹി സേസ് അഗെയിൻ ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതായത് എന്താണ് ആ ഒരു ഐഡിയ, പോയിറ്റിൻ്റെ നെയ്ബറിൻ്റെ ഫാദറിൻ്റെ ഐഡിയ എന്താണ്? ഗുഡ് ഫെൻസസ്, നല്ല ഫെൻസസ് ഉണ്ടെങ്കിലാണ്, മതിലുകൾ ഉണ്ടെങ്കിലാണ് നല്ല നെയ്ബേഴ്സ് ഉണ്ടാവുള്ളൂ എന്നൊരു ഐഡിയ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ പോയിറ്റിൻ്റെ നെയ്ബറിൻ്റെ അച്ഛൻ്റെ ഒരു ഐഡിയ ആണ് ഇപ്പോഴും പോയിറ്റിൻ്റെ നെയ്ബറും കീപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്. അതേ ഇപ്പോഴും ഡാർക്ക്നെസ്സിൽ തന്നെയാണ്. പോയിട്ട് പറയാണ് അതേ ഇപ്പോഴും ഡാർക്ക്നെസ് ആണ്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താ, ശരിക്കും അവിടെ ഫിസിക്കലി നിഴലുണ്ട് അല്ലെങ്കിൽ കാടിൻ്റെ അകത്താണ്, അതല്ല ഡാർക്കായിട്ട് ഉദ്ദേശിക്കുന്നത്, മൈൻഡാണ്. അതായത് പഴയ ആ ഒരു ഐഡിയ തന്നെ, ട്രഡീഷണലായിട്ട് അച്ഛൻ പറയുന്ന ഐഡിയ തന്നെ ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു, അതിൽ ഒരു മാറ്റവും ഇല്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം യെസ് അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോഴും ചിന്തിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ എന്ന് പറയുന്നത് എന്താണ്? ദ പോയിറ്റ് ഓർ ദ സ്പീക്കർ ഡിസ്ക്രൈബ്സ് നെയ്ബർ ആസ് ബീയിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡാർക്ക്നെസ്. ഒരു ഡാർക്ക്നെസ്സിൻ്റെ ആ ഒരു അവസ്ഥയിലാണ്. ലിറ്ററൽ ഡാർക്ക്നെസ് അല്ല, അതായത് അവിടെ ഞാൻ പറഞ്ഞല്ലോ ഷെയ്ഡ്സ് ഓഫ് ട്രീസ്, ആ ഒരു ഡാർക്ക്നെസ് അല്ല. എ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ഓപ്പൺ മൈൻഡഡ്നെസ്, ഒരു മനസ്സിലാക്കാത്ത, ഒരു ഓപ്പൺ മൈൻഡഡ് അല്ലാത്തൊരു രീതി. നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ഡാർക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലായിട്ടുള്ള കാടിൻ്റെയും ഇതൊന്നുമല്ല, മെറ്റഫോറിക്കലായിട്ട്, അതായത് മൈൻഡിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സെയിങ്. അതായത് അച്ഛൻ പറയുന്നത് സ്ട്രിക്റ്റായിട്ട് തന്നെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളൊരു ഐഡിയ. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പോയിറ്റിൻ്റെ നെയ്ബർ റെഡിയല്ല. ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. അതായത് ഈ ഒരു ചിന്ത തന്നെ, അതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിറ്റിൻ്റെ നെയ്ബർ നിൽക്കുകയാണ്. അത് ചേഞ്ച് ചെയ്യണമെന്നോ അതിനെപ്പറ്റി ചലഞ്ച് ചെയ്യണമെന്നൊന്നും പോയിറ്റിൻ്റെ നെയ്ബറിന് ഇല്ല. ഈ സൈസ് സെക്കൻഡ് പിന്നെയും പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നാണ്. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പോയിറ്റിൻ്റെ നെയ്ബർ പറയുന്നത് ഇതാണ്. ഓക്കെ, ആ ഒരു ഫിസിക്കൽ, അതേപോലെ തന്നെ ആ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് പോയിറ്റിൻ്റെ നെയ്ബറിനുള്ളത്. അത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ദ പോയം ഹൈലൈറ്റ്സ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ സ്പീക്കേഴ്സ് മോർ ഓപ്പൺ ആൻഡ് ക്വസ്റ്റ്യനിങ് നേച്ചർ. ഇവിടെ സ്പീക്കറിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, നെയ്ബേഴ്സ് തമ്മിൽ ഫെൻസിൻ്റെ ആവശ്യമില്ല എന്നൊരു ഓപ്പൺ മൈൻഡഡ് ആറ്റിറ്റ്യൂഡാണ്. അതും എന്നാൽ പോയിറ്റിൻ്റെ നെയ്ബറിൻ്റെ ഫെൻസസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആണ് കാണിക്കുന്നത് അല്ലേ. നെയ്ബറിൻ്റെ വ്യൂസ് ട്രഡീഷണൽ ആണ്, റിജിഡ് ആണ്, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പണ്ടത്തെ ആൾ പറഞ്ഞത്, പണ്ടത്തെ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു. പക്ഷെ പോയിറ്റിന് കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറയുന്നത്, ഫെൻസസ് വേണോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതിയാണ് പോയിറ്റിന് ഉള്ളത്. സോ ഈ രണ്ട് ഐഡിയാസ് തമ്മിലുള്ള കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ആണ് പോയം. ഓക്കെ, സോ നമ്മളപ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി. നിങ്ങൾ ഇത് ഒന്നുകൂടെ കേട്ടും ഇതുപോലെ ഗ്രാമറൊക്കെ ഒന്നുകൂടെ ചെയ്തൊക്കെ പഠിക്കണം. ഓക്കെ, താങ്ക് യു.